ക്രിസ്തുവിനെ പറ്റി മറിയത്തിൽ നിന്ന് പഠിക്കൽ. ക്രിസ്തുവാണ് പരമഗുരു, വെളിവാക്കുന്നവനും വെളിവാക്കപ്പെട്ടവനും. അവിടുന്ന് പഠിപ്പിച്ചത് പഠിക്കുകയെന്നതല്ല, പിന്നെയോ അവിടുത്തെപ്പറ്റി പഠിക്കുകയെന്നതാണ് പ്രശ്നം. ഈ വിഷയത്തിൽ മറിയത്തേക്കാൾ നല്ല ഒരു അധ്യാപികയെ നമുക്ക് ലഭിക്കാൻ കഴിയുമോ? ദൈവിക നിലപാടിൽ നിന്ന് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആന്തരിക ഗുരു. അവിടുന്ന് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണ സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. എന്നാൽ സൃഷ്ടികളിൽ ആരും മറിയത്തേക്കാൾ കൂടുതൽ നന്നായി ക്രിസ്തുവിനെ അറിയുന്നില്ല. അവിടുത്തെ അമ്മയേക്കാൾ കൂടുതൽ നന്നായി അവിടുത്തെ രഹസ്യത്തിൻ്റെ അഗാധതരമായ അറിവിലേക്ക് നയിക്കാൻ ആർക്കും കഴിയുകയില്ല. യേശു പ്രവർത്തിച്ച അടയാളങ്ങളിൽ ഒന്നാമത്തേത് കാനായിലെ കല്യാണത്തിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയ അടയാളം. മറിയത്തെ ഒരു അധ്യാപികയുടെ രൂപത്തിൽ വ്യക്തമായി കാണിക്കുന്നു. യേശു കൽപ്പിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ അവൾ വേലക്കാരോട് നിർബന്ധിക്കുമ്പോൾ അപ്രകാരം ചെയ്യുകയാണ്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം സ്ലീഹന്മാരോടും അവൾ ഇപ്രകാരം ചെയ്തുവെന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ്. അന്ന് അവൾ പരിശുദ്ധാത്മാവിൻ്റെ വരവ് കാത്ത് സ്ലീഹന്മാരോടൊപ്പം കഴിയുകയും അവരുടെ ഒന്നാമത്തെ ദൗത്യനിർവഹണത്തിൽ സഹായിക്കുകയും ചെയ്തുവല്ലോ. മറിയത്തോട് ഐക്യപ്പെട്ട് കൊന്ത നമസ്കാരത്തിലെ രംഗങ്ങളെപ്പറ്റി ധ്യാനിക്കുക എന്നതിൻ്റെ അർത്ഥം അവളിൽ നിന്ന് ക്രിസ്തുവിനെ വായിച്ചറിയുകയും അവിടുത്തെ രഹസ്യങ്ങൾ കണ്ടെത്തുകയും അവിടുത്തെ സന്ദേശങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ധാരാളം ദാനങ്ങൾ നമുക്കായി നേടിക്കൊണ്ടും തൻ്റെ തന്നെ വിശ്വാസ തീർത്ഥാടനത്തിൻ്റെ അതുല്യമായ മാതൃക നമുക്ക് നൽകിക്കൊണ്ടും അവൾ പഠിപ്പിക്കുന്നുവെന്ന കാര്യം പരിഗണിക്കുമ്പോൾ മറിയത്തിൻ്റെ വിദ്യാലയം കൂടുതൽ കാര്യക്ഷമമായിത്തീരുന്നു. അവളുടെ പുത്രൻ്റെ ജീവിതത്തിലെ ഓരോ രഹസ്യത്തെയും കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ മംഗലവാർത്തയുടെ സമയത്ത് താൻ ചെയ്തതുപോലെ ചെയ്യുവാൻ അവൾ നമ്മെ ക്ഷണിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ അനുസരണയിൽ അവസാനിക്കുന്നതിനായി നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ചോദ്യങ്ങൾ വിനയപൂർവ്വം ചോദിക്കാൻ ക്ഷണിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ലൂക്ക അധ്യായം 1 വാക്യം 38.